ആക്രമണത്തിനും സജ്ജമായി മിഡിൽ ഈസ്റ്റിൽ നങ്കൂരമിട്ട അമേരിക്കയുടെ പടക്കപ്പലായ USS എബ്രഹാം ലിങ്കണ് എന്ത് സംഭവിച്ചു? ഇപ്പോഴും അഭ്യൂഹങ്ങൾ തുടരുകയാണ്. ഇറാൻ കപ്പലിന്റെ ഒരു ഭാഗം തകർത്ത് തരിപ്പണമാക്കിയെന്നും അവർ ജീവനം കൊണ്ട് തിരികെ ഓടി രക്ഷപ്പെട്ടു എന്നും ഇറാൻ ഇവിടെ അവകാശപ്പെടുമ്പോൾ US ആകട്ടെ ആ വാദത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആകട്ടെ ഇവിടെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് കപ്പലിനെ തകർത്തുവെന്നും കപ്പൽ അവിടെ പിന്തിരിഞ്ഞോടിയെന്നും അവകാശപ്പെടുമ്പോഴായിരുന്നു അമേരിക്ക ഈ വാദത്തെ നിഷ്കരണം തള്ളി രംഗത്ത് വരുന്നത്. അതേസമയം ഇവിടെയാകട്ടെ ലിങ്കൺ സ്ട്രൈക്ക് ഗ്രൂപ്പിന് തൊട്ട് അടുത്തെത്തിയ ഇറാനിയൻ കപ്പലിന് നേരെ അമേരിക്ക ആകട്ടെ അതായത് അമേരിക്കയുടെ നാവികസേന വെടിയുതിർത്തതായി തന്നെ പെന്റഗൺ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനായിരിക്കാം കപ്പലിന് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത്, അല്ലെങ്കിൽ എന്താണ് കപ്പലിന് സംഭവിച്ചത് എന്നതാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെ ഒരു പീരങ്കി ആക്രമണം നടന്നോ എന്നതാണ് മറ്റുള്ളവർ ചോദിക്കുന്നതും. ലിങ്കണ അകമ്പടി സേവിച്ചിരുന്ന US ഡിസ്ട്രോയറിൽ നിന്ന് 5 ഇഞ്ച് 54 കലിബർ മാർക്ക് 45 ഗൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇറാൻ കപ്പലിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 1970-കൾ മുതൽ തന്നെ അമേരിക്കൻ നാവികസേനയുടെ ഈ പ്രധാന ആയുധമായ ഓട്ടോമേറ്റഡ് പീരങ്കിയിൽ നിന്നുള്ള വെടിയുണ്ടകൾ ലക്ഷ്യം തെറ്റാതെയാണ് അവിടേക്ക് പതിച്ചതെന്നാണ് വിവരം. അതേപോലെ തന്നെ ഹെയിൽസ് ഫയർ മിസൈലുകൾ, പീരങ്കി ആക്രമണം പരാജയപ്പെട്ടതോടുകൂടി തന്നെ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഹെലികോപ്റ്റർ രംഗത്തിറക്കുകയാണ് ചെയ്തത്. 2 ഹെയിൽസ് ഫയർ മിസൈലുകളാകട്ടെ ഇറാനിയൻ കപ്പലിൽ പതിച്ച എന്നതും ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ അവകാശവാദവും US മറുപടിയും അത് എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇറാന്റെ സമുദ്ര അതിർത്തിയിൽ നിന്ന് 340 കിലോമീറ്റർ അകലെ തന്നെ ഒമാൻ കടലിൽ വെച്ച് USS എബ്രഹാം ലിങ്കണെ തങ്ങൾ ആക്രമിച്ചുവെന്നും കപ്പലിന്റെ പ്രവർത്തനം നിലച്ചു എന്നതാണ് ഇതിന്റെ അവകാശവാദമായി തന്നെ ഇറാൻ ഉന്നയിക്കുന്നത്. അതേപോലെ മിസൈലുകൾ ആ മിസൈലുകൾ ഏറ്റതിന് പിന്നാലെ തന്നെ US കപ്പലുകൾ പ്രദേശം വിട്ട് അതിവേഗം പലായനം ചെയ്തു എന്നതാണ് ഇറാന്റെ മറ്റ് മീഡിയകളടക്കം റിപ്പോർട്ട് ചെയ്തതും. എന്നാൽ ഇറാൻ വിക്ഷേപിച്ച മിസൈലുകൾ കപ്പലിന്റെ പരിസരത്ത് പോലും എത്തിയിട്ടില്ല എന്നതാണ് ഇവിടെ മറ്റൊരു വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. അതേസമയം കടലിലെ പടുകൂറ്റൻ നഗരം എന്നതാണ് ഈ ഒരു കപ്പലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്തെന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിൽ ഒന്നായ എബ്രഹാം ലിങ്കന്റെ വലിപ്പവും കരുത്തും അമ്പരപ്പിക്കുന്നതാണ്. ഒരു ചെറിയ നഗരത്തിന് തുല്യമായ സൗകര്യങ്ങളാണ് ഈ ഒരു കപ്പലിലുള്ളത്. ഭീമാകാരമായ വലിപ്പം ഇതിനുണ്ട്. ഏകദേശം 1 ലക്ഷത്തിലധികം, അതായത് 1 ലക്ഷം ടണ്ണിലധികം ഭാരമുണ്ട് ഈ കുറ്റൻ കപ്പലിന്. അതേപോലെ 332.8 മീറ്ററാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. വിമാനങ്ങളുടെ കേന്ദ്രമായി തന്നെ ഒരേ സമയം 90 വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വഹിക്കാനുള്ള ശേഷി പോലും ഇവയ്ക്കുണ്ട്. ലക്ഷക്കണക്കിന് ഗാലൻ വിമാന ഇന്ധനവും മാരകമായ ആയുധശേഖരം പോലും ഈ കപ്പലിനുള്ളിലുണ്ട്. അതായത് എപ്പോഴും ഇത്തരത്തിലൊരു ശേഖരം അവിടെ സൂക്ഷിക്കുന്നുണ്ട്. ഇത്രയധികം ഭാരമുണ്ടെങ്കിലും അത്യാധുനിക എഞ്ചിനുകളുടെ കരുത്തിൽ കടലിലൂടെ തന്നെ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ ഇതിന് സാധിക്കും. സുരക്ഷാ കവചമായി തന്നെ USS മറ്റ് മൈക്കൽ മാർഫി തുടങ്ങിയ ചില ഗ്രനൈഡ് മിസൈലുകൾ ഇതിലൂടെ തന്നെ ഇതിന് കാവലായി തന്നെ നിൽക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. കൂടാതെ തന്നെ സമുദ്രത്തിന് അടിയിൽ കൂടി തന്നെ ശത്രുക്കളെ നേരിടാൻ പോലും ശേഷിയുള്ള MH-16R എന്ന ഒരു ഹെലികോപ്റ്ററും ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.